ലോക അർബുദ ദിനത്തിൽ നമ്മോടൊപ്പം ഇന്നൊരു അതിഥി ചേരുന്നുണ്ട്. വാർത്താപുലരിൽ അതിഥിയായി ചേരുന്നത് ഡോക്ടർ രാജഗോപാലാണ്. അദ്ദേഹം ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലെ ഓങ്കോളജി റിസോഴ്സ് പേഴ്സണും കൊല്ലം SKVA ഫാർമസി ആൻഡ് ആയുർവേദ ഓങ്കോളജി ആൻഡ് ഇമ്മ്യൂണോളജി റിസർച്ച് സെന്ററിലെ ചീഫ് ഫിസിഷ്യനുമാണ്. പ്രേക്ഷകർക്കും സംശയങ്ങൾക്കായി ജനം TVയിലേക്ക് വിളിക്കാം. സ്വാഗതം ശ്രീ രാജഗോപാൽ. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ലോക അർബുദ ദിനമാണ്. ഇന്ന് കേരളത്തിൽ നമ്മളുടെ എല്ലാ വീട്ടിലും, ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണെങ്കിലും നമുക്കറിയാവുന്ന എല്ലാവരുടെയും വീടുകളിൽ ഒരു അർബുദ രോഗി ഇല്ലാത്ത ഒരു അവസ്ഥാവിശേഷം ഇന്ന് കണ്ടുവരുന്നില്ല. ഒന്നില്ലെങ്കിൽ അർബുദ രോഗി, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് അർബുദം. ഇത് സ്ഥിരമായി നമ്മൾ കാണുന്ന വിഷയമാണ്. ഇതെന്തുകൊണ്ടാണ് ഒരു കഴിഞ്ഞ 20 കൊല്ലത്തിനിടയിൽ ഇത്രയും അധികം അർബുദങ്ങൾ കേരളത്തിലും ലോകത്തുമെമ്പാടും വർദ്ധിച്ചു വരാനുള്ള കാരണം? അത് നമ്മൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളൊരു റിസർച്ചിൻ്റെ പഠനത്തിൽ കാർ ആക്സിഡൻറ്റിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കി. അപ്പോൾ അതിൽ കണ്ടെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളിൽ 50% സ്ത്രീകളിലും ഒരു 40% പുരുഷന്മാരിലും, സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറും പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറും. അതായത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ 50 പേർക്കും ഇപ്പോൾ ശരീരത്തിൽ ചെറിയ ചെറിയ ക്യാൻസറുകളുണ്ട്. ഇതിനെ മൈക്രോ ക്യാൻസേഴ്സ് എന്നാണ് പറയുക. പക്ഷെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആയിരിക്കുമ്പം അവ വന്ന് ഈ മൈക്രോ ക്യാൻസറുകളെയെല്ലാം നശിപ്പിക്കും. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം താന്നു വരുമ്പം ഈ മൈക്രോ ക്യാൻസറുകൾ പിന്നീട് അത് രൂപപ്പെട്ട് വലിയ വലിയ അർബുദങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 38 വയസ്സാണ്. അപ്പം നമുക്ക് സയൻറ്റിഫിക്കലി 2 തരം ഏജസ് ഉണ്ട്. ഒന്ന് ബയോളജിക്കൽ ഏജ് എന്ന് പറയും, മറ്റേത് ക്രോണോളജിക്കൽ ഏജ്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബർത്ത്ഡേ ഏജാണ്. ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കോശവും എത്രത്തോളം DNA ഡാമേജ് സംഭവിച്ചു, ആ കോശത്തിൻ്റെ ഏജാണ് ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ ഏജ് കണ്ടുപിടിച്ചത് സ്റ്റീവ് ഹാർവർത്ത് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്, ഹാർവേഡിൽ. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബയോളജിക്കൽ ഏജ് ടെസ്റ്റ് ചെയ്തു ഹാർവർത്ത് ക്ലോക്ക് വെച്ച്. അപ്പോൾ അദ്ദേഹത്തിന് 38 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ഏജ് അല്ലെങ്കിൽ സെല്ലുലാർ ഏജ് എന്ന് പറയുന്നത് 20 ഹീസ് ഓൺലി 20 years ഓൾഡ്. പക്ഷേ നമ്മളുടെ ഒരു ശരാശരി മലയാളി 40-45 വയസ്സിൽ അവരുടെ ബയോളജിക്കൽ ഏജ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60-65 എന്ന രീതിയിൽ കാണാം. നമ്മളുടെ സമൂഹം വി ആർ പ്രിമച്വർലി ഏജിങ്. നമ്മൾ പെട്ടെന്ന് വയസ്സായിക്കൊണ്ടിരിക്കുന്നു സെല്ലുലാർ ലെവലിൽ. നമ്മളുടെ ഭക്ഷണം, പിസ്സ, ബർഗർ, പൊറോട്ട, വ്യായാമമില്ലായ്മ തുടങ്ങിയ പല പ്രശ്നങ്ങൾ കാരണം നമ്മൾക്ക് DNA ഡാമേജ് കൂടുതലുണ്ടാവുകയും നമുക്ക് ഈ പറഞ്ഞ ബയോളജിക്കൽ ഏജ് നമ്മൾ പെട്ടെന്ന് ഏജ് ആവുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ സമൂഹത്തിൽ പ്രത്യേകിച്ചും കാണാവുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ പെൺകുട്ടികൾ 6, 7, 8 വയസ്സുള്ള പെൺകുട്ടികൾ പ്രായമാകുന്നു, അല്ലെങ്കിൽ അവർക്ക് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതേപോലെ തന്നെ 40-45 വയസ്സിൽ നമ്മുടെ സ്ത്രീകൾക്ക് ആർത്തവം നിൽക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? 6, 7, 8 വയസ്സിൽ ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് എല്ലാം കഴിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഓവറി, അണ്ടാശയത്തിൽ DNA ഡാമേജ് കൂടുതലായിട്ട് സംഭവിക്കുകയും ഈ ഏജിങ് പ്രോസസ്സ് വളരെ വേഗം നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 7 വയസ്സിൽ 13-14 വയസ്സിൽ പ്രായപൂർത്തിയാവേണ്ട പെൺകുട്ടികൾ 6, 7, 8 വയസ്സിൽ പ്രായപൂർത്തിയാകുന്നു. നേരത്തെ പ്രായപൂർത്തിയാവുന്നത് ഭാവിയിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം ഇരട്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം, 40-45 ആകുമ്പം പല സ്ത്രീകളിലും ഈ നേരത്തെ പ്രായമാകുന്നത് കൊണ്ട് തന്നെ അവരുടെ ഓവറീസ് പെട്ടെന്ന് പ്രായമാവുകയും 40-45 വയസ്സാകുമ്പോൾ അവർ മെനോപോസിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥാവിശേഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ളതും, അതേപോലെ തന്നെ ഡയബറ്റിസ്, പ്രമേഹം വരാനുള്ളതും, അതുപോലെ തന്നെ റുമാറ്റിസം, തൈറോയിഡൈറ്റിസ് തുടങ്ങിയ മറ്റ് രോഗങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യത വളരെ കൂടുന്നു. അപ്പോൾ ക്യാൻസറിൻ്റെ ഏറ്റവും മൂലമായ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ സെല്ലുലാർ ഏജ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജ് വളരെയധികം കൂടി വരുന്നു എന്നുള്ളതാണ്. ഇത് കൂടി വരാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും 2-3 കാരണങ്ങളാണ്. ഒന്ന് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയും. നമ്മളുടെ ഭക്ഷണ രീതികൾ, നമ്മളുടെ ഉറക്കം, സ്ട്രെസ്സ്, എക്സസൈസ്, ഇതെല്ലാം ആണ് നമ്മളുടെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്. പിന്നുള്ളത് ജനിതക ഘടകം, ജെനറ്റിക് ഫാക്ടേഴ്സ്. ഇപ്പം നമുക്ക് നമ്മളുടെ പാരൻസിനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ക്യാൻസറോ മറ്റ് രോഗങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്
വരാനുള്ള സാധ്യത നമുക്ക് കൂടുന്നു. പക്ഷേ ജനിതകമായ ഘടകങ്ങൾ വെറും 5% മാത്രമാണ് ക്യാൻസറിനെ സംബന്ധിച്ച്. ബാക്കി 95% ഭക്ഷണം അതേപോലെ തന്നെ ഹാബിറ്റ്സ്, സ്ട്രെസ്സ്, സ്ലീപ്പ് തുടങ്ങിയവയാണ് നമ്മളുടെ സെല്ലുലാർ ഏജ് അഥവാ സെല്ലുലാർ DNA ഡാമേജ് ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി കാണുന്നത്. ഡോക്ടർ ഇപ്പോൾ വിശദീകരിച്ചു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ക്യാൻസർ വരാം എന്നുള്ളത്. അതിനിടയിൽ പറയുകയുണ്ടായി ഭക്ഷണവും ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഭക്ഷണവും ക്യാൻസറും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ലോകത്ത് 100 മരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആൽക്കഹോളും സിഗരറ്റും ഡ്രഗ്സും കൊണ്ടാണ് ഒരുപാട് മരണങ്ങൾ ഉണ്ടാകുന്നതെന്ന്. അല്ല, ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം ആൽക്കഹോളും ഡ്രഗ്സും എല്ലാം കൂടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് 15 to 20% ഓഫ് വേൾഡ് പോപ്പുലേഷനാണ്. ബാക്കി 70 തൊട്ട് 80% മരണങ്ങളും ലോകത്തുണ്ടാകുന്നത് ഡ്യൂ ടു ബാഡ് ഫുഡ് ഹാബിറ്റ്സ് ആണ്. കാരണം നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നോ അത് ദഹിച്ചിട്ടാണ് നമ്മളുടെ ഓരോ കോശവും ഉണ്ടാകുന്നത്. ഭക്ഷണത്തിൽ തന്നെ ഇപ്പം നമ്മൾ ക്യാൻസറിനെ സംബന്ധിച്ച് പറയും, അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് എടുത്തേക്കുന്നത് പെറ്റ് സ്കാനാണ്. പെറ്റ് സ്കാൻ എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പെറ്റ് സ്കാനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് ഗ്ലൂക്കോസ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സ്കാൻ എടുക്കും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് എവിടെയൊക്കെ പോയി അടിയുന്നു എന്ന് നോക്കും. ക്യാൻസർ ഉള്ള സ്ഥലത്തായിരിക്കും ഈ ഗ്ലൂക്കോസ് അമിതമായി അടിഞ്ഞുകൂടുന്നത്. കാരണം ക്യാൻസർ സെൽസിന് വളരാൻ ഗ്ലൂക്കോസ് അഥവാ ഷുഗർ വളരെയധികം പ്രാധാന്യമുള്ള ഘടകമാണ്. ക്യാൻസർ സെല്ലിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും മറ്റേ സ്പൂണിലിടുന്ന പഞ്ചസാരയാണ് പഞ്ചസാര. അതല്ല. പഞ്ചസാര ഏതൊരു കാർബോഹൈഡ്രേറ്റ്, അതായത് ഇഡലി ആയിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, പുട്ടായിക്കോട്ടെ, ഇവയെല്ലാം നമ്മൾ അരി പൊടിച്ച ധാന്യങ്ങൾ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിച്ച ധാന്യങ്ങൾ, ഇവ എന്ത് പൊടിപ്പിച്ച് കഴിച്ചാൽ ഇതിനെ ആയുർവേദത്തിൽ പിഷ്ടാന്നം എന്നാണ് പറയുക. ഇപ്പം നമ്മൾ അതിന് ഉദാഹരണമായി ഞാൻ പറയാം, 2 കപ്പ് എടുക്കുക. 1 കപ്പിൽ അരിപ്പൊടി എടുക്കുന്നു, 1 കപ്പിൽ അരി എടുക്കുന്നു. ഈ 1 കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് മാക്സിമം പോയാൽ ഒരു 1/2 കുറ്റി പുട്ടുണ്ടാക്കാൻ പറ്റും. 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ സ്റ്റൗവിലിട്ട് കുക്കറിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ചോറ് കിട്ടും. അപ്പം നിങ്ങൾ രാവിലെ ഒരു 1/2 കുറ്റി പുട്ട് അല്ലെങ്കിൽ 1 കുറ്റി പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ 5-6 പേർക്കുള്ള ഭക്ഷണമാണ് ഒരുമിച്ച് കഴിക്കുന്നത്. അപ്പം നമ്മൾ ഈ അരി പൊടിച്ച ഭക്ഷണങ്ങൾ, ഇപ്പോൾ ഈ പുട്ടായിക്കോട്ടെ, ഇഡലി ആയിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് ഷുഗർ ഒരുപാട് റൈസ് ആവും. ഈ ബ്ലഡ് ഷുഗർ ഒരുപാട് റൈസായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് പോയി രക്തത്തിലൂടെ നമ്മളുടെ കോശങ്ങളിലും നമ്മളുടെ ബോൺസിലും മസിൽസിലും എല്ലാം അടിഞ്ഞുകൂടും. ഈ പ്രോസസ്സിനെയാണ് ഗ്ലൈസേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് കാലക്രമേണ, ഇപ്പം നിങ്ങൾ ഒരു ദോശയോ പുട്ടോ അല്ലല്ലോ കഴിക്കുക. നമ്മൾ രാവിലെ ചായയുടെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാര ഇടും, അതിനുശേഷം പുട്ട് കഴിക്കും, കടലക്കറി കഴിക്കും, 11 മണിക്ക് ചായ കുടിക്കും, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കും. വി ആർ കണ്ടിന്യൂസ്ലി ഈറ്റിംഗ്. നമ്മൾ നിരന്തരമായി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാർമക്കോളജിക്കൽ ഡോസസ് ഓഫ് ഷുഗർ, അതിനങ്ങനെ പറയുക, നമ്മളുടെ ടോട്ടൽ ബോഡിയിലെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം 80 to 100 mg/dL ആണ് നിങ്ങളുടെ നോർമൽ ബ്ലഡ് ഷുഗർ വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത്. നമ്മളുടെ ശരീരത്തിൽ മൊത്തത്തിൽ 5 ലിറ്റർ ബ്ലഡാണുള്ളത്. ഈ 5 ലിറ്റർ ബ്ലഡ് മൊത്തത്തിൽ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ കിട്ടുന്നത് 1 ടീസ്പൂൺ ഷുഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൾപ്പാടെ ശരീരം ഓടിക്കാൻ വേണ്ടത് 1 ടീസ്പൂൺ ഷുഗറാണ്. 1 കുറ്റി പുട്ടിൽ ഏകദേശം 10-12 ടീസ്പൂൺ ഷുഗർ വരും. അപ്പം നമ്മൾ ഇത്രയും അധികം ഷുഗർ ചെല്ലാൻ നേരത്ത് ഷുഗർ ബോഡിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് നമുക്ക് ആകെ 2 നേരം ഉണ്ടായിരുന്നുള്ളൂ ഭക്ഷണം. ഇപ്പം നമ്മൾ 5-6 നേരം ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഇത്രയും അധികം ഷുഗർ ചെല്ലാൻ നേരത്ത് നമ്മളുടെ കോശങ്ങളെ അത് ബാധിക്കുകയും അവിടെ DNA മ്യൂട്ടേഷൻസ് ഉണ്ടാവുകയും ഗ്ലൈസേഷൻ എന്ന പ്രോസസ്സ് വഴി ഉണ്ടാവുകയും പിന്നെ ഓൺകോജീൻ സ്വിച്ച് ആവുകയും അതിനുശേഷം ക്യാൻസർ ആവുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, ഷുഗർ ഒരു എക്സാമ്പിൾ മാത്രമാണ്. രണ്ടാമത് ഞാൻ പ്രത്യേകം പറയുന്നത് ഗ്ലൂട്ടൻ അടങ്ങുന്ന ഭക്ഷണങ്ങൾ. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോതമ്പ്, മൈദ തുടങ്ങിയവയിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ. ഈ ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീൻ 1960-കൾക്ക് മുന്നേ ഇന്ത്യയിലുണ്ടായിരുന്ന വീറ്റിൽ, ഇൻഡിജിനസ് വെറൈറ്റി വീറ്റിൽ ഗ്ലൂട്ടൻ്റെ അളവ് 1% താഴെയായിരുന്നു. പക്ഷേ നമ്മളുടെ ഗ്രീൻ റെവല്യൂഷന് ശേഷം ഈ പേസ്ട്രി ഇൻഡസ്ട്രി, ബർഗർ ഇൻഡസ്ട്രിക്ക് ബൈൻഡിങ് വേണം ഡൗവിന്. അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടൻ വളരെയധികം കൂടിയ സൊണാലിക്ക വെറൈറ്റി വീറ്റാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ ഡോർഫ് വീറ്റ് അമേരിക്കയിൽ. ഇതിലെല്ലാം ഗ്ലൂട്ടൻ്റെ അളവ് 12 തൊട്ട് 15% വരെയാണ്. അപ്പോൾ നമ്മളൊരു ചപ്പാത്തി എടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ 10% കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന സ്ട്രിപ്പാണ്, പശ.
അപ്പോൾ ഇത് നമ്മൾ കുടലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദഹിക്കില്ല. ഇത് കുടലിൽ വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും കുടലിൽ ചുടിച്ചിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ഈ ഗ്ലൂട്ടൻ ടോക്സിൻസും ബാക്ടീരിയൽ ടോക്സിൻസും നമ്മുടെ കുടലിൽ നിന്ന് രക്തത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇത് രക്തത്തിലൂടെ ബാക്കി എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്യുകയും നമുക്ക് ജനിതകമായ പ്രശ്നമുള്ളെടുത്ത്, അതിപ്പോൾ തൈറോയിഡൈറ്റിസ് ആവാം, അല്ലെങ്കിൽ പാൻക്രിയാസിലാണെങ്കിൽ ഡയബറ്റീസ് ആവാം. അപ്പോൾ ഇത് എവിടെ പോയി അടിഞ്ഞുകൂടുന്നോ, ജോയിൻസിലാണെങ്കിൽ റുമാറ്റിസം ആവാം, എവിടെ പോയി അടിഞ്ഞുകൂടുന്നോ അവിടെ അസുഖം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, നമുക്ക് ഗ്ലൂട്ടൻ ഇല്ലാതെ ഒരു ഭക്ഷണവുമില്ല. ചപ്പാത്തി ആയിക്കോട്ടെ, പൊറോട്ട ആയിക്കോട്ടെ, പീച്ച ആയിക്കോട്ടെ, ബർഗർ ആയിക്കോട്ടെ, എല്ലാം. എന്തിനേറെ പറയുന്നു, നമ്മളുടെ പ്രമേഹ രോഗികൾ വരെ ഇന്ന് ചപ്പാത്തിയാണ് കഴിപ്പിക്കുന്നത് അവരെ കൊണ്ട്. അത് വളരെ തെറ്റാണ്. പ്രമേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ വളരെയധികം ആവശ്യമാണ്, അത് നിർത്തുക. ഗ്ലൂട്ടൻ ഇല്ലാത്ത ഭക്ഷണങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഡയറി പ്രോഡക്ട്സ്, അതായത് പാലുൽപ്പന്നങ്ങൾ. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയറി തന്നെ 2 വിധത്തിലുണ്ട്. A1 പ്രോട്ടീനുള്ള ഡയറി, A2 പ്രോട്ടീനുള്ള ഡയറി. A1 പ്രോട്ടീനുള്ള ഡയറിയാണ് ഇപ്പം നമ്മുടെ ജേഴ്സി തുടങ്ങിയ പശുക്കളിൽ നിന്ന് വരുന്നതാണ് A1 പ്രോട്ടീൻ. നമ്മുടെ ലോക്കൽ പശുക്കൾ, ഈ പറഞ്ഞ മെലിഞ്ഞിരിക്കുന്ന പശുക്കൾ പറയാം, അതിനെ A2 പ്രോട്ടീൻ എന്ന് പറയും. അപ്പോൾ A1 പ്രോട്ടീനാണ് ഇന്ന് നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്നത്. A1 പ്രോട്ടീൻ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്ലൂട്ടൻ്റെ അതേപോലത്തെ ഒരു ഫോറിൻ ബോഡി റിയാക്ഷൻ നമ്മുടെ ഗട്ടിൽ കസീൻ ഉണ്ടാക്കുകയും അതുവഴി നമ്മൾ മാരകമായ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു 2018 കമേഴ്ഷ്യൽ മിൽക്കിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ അളവ്. പശുവിന് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന അസുഖമാണ് മാസ്റ്റൈറ്റിസ്, അകിട് വീക്കം. അപ്പോൾ ഈ കമേഴ്ഷ്യൽ ഫാമിങ്ങിൽ ഈ പശുവിനെ എപ്പോഴും കറക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കണ്ടിന്യൂസ്ലി ആൻറ്റിബയോട്ടിക്സ് പശുവിന് കുത്തിവെക്കും. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടുന്നത് പാലിലുള്ള കൊളസ്ട്രോളിലുമാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പാല് കുടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും ആൻറ്റിബയോട്ടിക്സും A2 കസീൻ പ്രോട്ടീൻസും നമ്മുടെ കുടലിലെത്തുകയും കുടലിലുള്ള നല്ല ബാക്ടീരിയകളെ അത് നശിപ്പിക്കുകയും നമുക്ക് പിന്നീട് കുടലിന് പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രൈറ്റിസ്, പ്രമേഹം, തൈറോയിഡൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂട്ടുന്നു. മൂന്നാമത്തത് എന്ന് പറയുന്നത് റെഡ് മീറ്റ് ആണ്. ഇപ്പോൾ റെഡ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇപ്പം മട്ടൺ ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, പോർക്ക് ആയിക്കോട്ടെ, ഇത് തന്നെ പ്രോസസ്ഡ് മീറ്റ്. ഇപ്പം നമ്മൾ പീച്ചയിൽ കാണുന്ന പെപ്പറോണി പീസസ് അല്ലെങ്കിൽ ബർഗർ പാറ്റി, സാൻഡ്വിച്ചിൽ വെക്കുന്ന മീറ്റ്സ്, ഇതിനെയാണ് പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്ഡ് മീറ്റ് WHO ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഗ്രേഡ് 1 കാർസിനോജനാണ്. അപ്പം മറ്റ് ഗ്രേഡ് 1 കാർസിനോജൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടൊബാക്കോ, ഒന്ന് ആസ്ബെസ്റ്റോസ്, ഒന്ന് പ്ലൂട്ടോണിയം. ജസ്റ്റ് ഇമാജിൻ അല്ലേ, പ്ലൂട്ടോണിയം ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ അത്രയും ഡേഞ്ചറസ് ആണ് നിങ്ങൾ ബർഗർ പാറ്റി ആയിട്ടോ പിസ്സ ആയിട്ടോ കഴിക്കുന്ന പ്രോസസ്ഡ് മീറ്റ്. നിങ്ങൾ കുട്ടികൾക്ക് എല്ലാവരും വാങ്ങിച്ചു കൊടുക്കും അല്ലേ, മക്ഡൊണാൾഡ്സിൻ്റെ ഒരു ബർഗർ കുട്ടിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ബർഗറിൽ മീറ്റ് മാറ്റി പ്ലൂട്ടോണിയം വെച്ച് കൊടുത്താൽ അതേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. അത് ഇന്നത്തെ സമൂഹത്തിന് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എഡ്യൂക്കേഷൻ്റെ കുഴപ്പമായിരിക്കും. നമുക്ക് വാർത്താമാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ റിയാലിറ്റി സമൂഹത്തിലേക്ക് എത്തുന്നില്ല. ദാറ്റ് പീപ്പിൾ ആർ ഫീഡിങ് പ്ലൂട്ടോണിയം ടു ദെയർ ചിൽഡ്രൻ. പിന്നെ നാലാമത്തത് റിഫൈൻഡ് ഓയിൽസ്. അതായത് റിഫൈൻഡ് ഓയിൽസ്. എന്താണ് റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കാണാം അല്ലേ, നമ്മളുടെ അടുക്കളയിലെല്ലാം റിഫൈൻഡ് ഓയിലാണ്. റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ, റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ. ഈ റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ഇപ്പോൾ ചക്കിലാട്ടുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഒരു 40 ഡിഗ്രി വരെ ചൂടാവത്തുള്ളൂ. പക്ഷേ നമ്മൾ കമേഴ്ഷ്യലി വെളിച്ചെണ്ണ കമേഴ്ഷ്യൽ റിഫൈനിങ്ങിന് വേണ്ടി ആട്ടാൻ നേരത്ത് അതൊരു 200-250 ഡിഗ്രി വരെ ചൂടാവും. അത് ചൂടാവാൻ നേരത്ത് അതിനകത്ത് ന്യൂട്രിയൻസ് എല്ലാം നശിച്ചു പോവും. അതിൻ്റെ ബോൺസ് എല്ലാം ബ്രേക്ക് ചെയ്ത് കാർസിനോജൻസ് അഥവാ ക്യാൻസർ ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള വിഷാംശം രൂപപ്പെടും. ഇത് മാത്രമല്ല, ഈ പ്രോസസ്സ് ആട്ടിക്കഴിയുമ്പം ഇതൊരു മർക്കി കളറാണ്. ഇത് കളറ് വളരെ മാറിയിരിക്കും. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി അവർ കളർ ഡിറ്റർജൻസ് അല്ലെങ്കിൽ ക്ലോറിനേഷൻ ഡിറ്റർജൻസ് ചേർത്തിട്ടാണ് ഇതിൻ്റെ കളർ മാറ്റിയെടുക്കുന്നത്. എന്നിട്ടാണ് നമുക്ക് നല്ല വെളുത്ത വെളിച്ചെണ്ണയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഇതെടുത്ത് പഴംപൊരി വറുക്കുകയും ചെയ്യും. അപ്പം 2 ടൈംസ് ഹീറ്റിംഗ് വരും, അതിൻ്റെ കൂടെ ഗ്ലൂട്ടനും മൈദയും വരും. ഇതെല്ലാം കൂടെ നമ്മുടെ കുടലിലേക്ക് എത്താൻ നേരത്ത് ഓവർ 5 to 10 years നമുക്ക് ഒരുപാട് DNA ഡാമേജ് സംഭവിക്കും. നമ്മൾ നരയ്ക്കാൻ തുടങ്ങും, നമ്മുടെ സ്കിന്ന് ചുരുങ്ങാൻ തുടങ്ങും, നമുക്ക് വണ്ണം വെക്കാൻ തുടങ്ങും. ഇതാണ് ക്യാൻസറിൻ്റെ തുടക്കമായ സ്റ്റേറ്റ്. ഇങ്ങനത്തുള്ള ഭക്ഷണങ്ങൾ കൃത്യമായി ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ക്യാൻസർ പ്രതിരോധിക്കാനും ഏറ്റവും നല്ലത്.
അതെ, ഇപ്പോൾ ഡോക്ടർ വിശദീകരിച്ചു എന്തുകൊണ്ട് ക്യാൻസർ വരുന്നു, അതോടൊപ്പം നമ്മുടെ അച്ചടക്കമില്ലാത്ത ഭക്ഷണ രീതി ഇവയൊക്കെ വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ലോകത്ത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ കൊച്ചുകുട്ടികളിലെ ക്യാൻസർ എന്നുള്ളത്. കാരണം അവർ വളരെ ചെറിയ കുട്ടികളാണ്, അവർക്കിപ്പോൾ ജീവിതശൈലിയെ നമുക്ക് പഴി പറയാൻ കഴിയില്ല, അവരുടെ ഭക്ഷണ രീതിയെ പഴി പറയാൻ കഴിയില്ല. പക്ഷേ കുഞ്ഞു കുട്ടികൾ മുതൽ ഈ അർബുദ രോഗത്തിന് അടിമപ്പെടുന്നതുണ്ട്. അത് എന്തുകൊണ്ടാകാം? നമ്മൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കുഞ്ഞുണ്ടായി വരുന്നത് അദ്ദേഹം ജനിച്ചു കഴിയുമ്പോഴല്ല. ഒരു കുഞ്ഞുണ്ടായി വരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ബീജത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. അപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഇന്നത്തെ അച്ഛനമ്മമാർ ഫാസ്റ്റ് ഫുഡ് കഴിച്ചും എക്സസൈസ് ചെയ്യാതെയും നേരത്തെ ഈ പറഞ്ഞ പ്രോ ഇൻഫ്ലമേറ്ററി ഫുഡ്സ്, പൊറോട്ട, ബീഫ്, ബർഗർ തുടങ്ങിയവ കഴിച്ച് അവരുടെ ക്വാളിറ്റി, അണ്ഡാശയത്തിൽ നിന്നുണ്ടാകുന്ന അണ്ഡത്തിൻ്റെയും ബീജാശയത്തിൽ നിന്നുണ്ടാകുന്ന ബീജത്തിൻ്റെയും ക്വാളിറ്റിയിൽ തന്നെ വ്യത്യാസമുണ്ട്. അവിടെ തന്നെ ചെറിയ ജനറ്റിക് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇന്ന് നമുക്ക് കാണാം, പണ്ടത്തെ സിനിമയിൽ ഗർഭിണികൾക്ക് വിശക്കുമ്പോൾ അല്ലെങ്കിൽ ദൗഹൃദം അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മസാലദോശ എന്നാണ് പറയുക. ഇന്ന് ഗർഭിണികൾ ആദ്യം പോയി കഴിക്കുന്നത് ഡോണട്ടും പിസ്സയും ബർഗറുമാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളുടെ കുട്ടിയുടെ കോശങ്ങൾ ഉണ്ടായി വരുന്നത്. നമ്മളിപ്പോൾ ഒരു ബർഗർ കഴിക്കുന്നു എന്ന് വെച്ചോ, ഈ ബർഗർ കഴിച്ചു കഴിഞ്ഞാൽ ഈ ബർഗർ ദഹിക്കാതിരിക്കും. അത് അതിനകത്തുള്ള വിഷാംശം ഉൾപ്പെടെയാണ് കൊച്ചിലേക്ക് എത്തുന്നത്. ഇതിന് ശേഷമാണ് 9 മാസം ഈ പറയുന്ന കുട്ടി പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടാകുന്ന കോശങ്ങളിൽ തന്നെ കുട്ടിക്ക് DNA ഡാമേജ് ഉണ്ടായിട്ടുണ്ടാവും. പിന്നീട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് എടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ്. ഇപ്പോൾ വജൈനൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ഡെലിവറി ആണെങ്കിലും ആൻറ്റിബയോട്ടിക്സ് എടുക്കുക എന്നുള്ളത് വളരെ നോർമലായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം, നമ്മൾ ചൈൽഡ് ഡെത്ത് ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ അനാവശ്യമായി വജൈനൽ ഡെലിവറിയിൽ ആൻറ്റിബയോട്ടിക്സ് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം, കുട്ടികളുടെ വയറ്റിലൊരു പ്രത്യേകതരം ബാക്ടീരിയ ഉണ്ട്. അതിൻ്റെ പേര് ബാക്ടീരിയ ഇൻഫാൻറ്റിസ് എന്നാണ്. അപ്പം മുലപ്പാലിൽ നിന്നും മുലപ്പാൽ ഒരു കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 25% ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്ന ഷുഗേഴ്സാണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്ക് ഇപ്പോൾ ഒരു കോളർ ഉണ്ട്. കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്നും ശ്രീധരനാണ് വിളിക്കുന്നത്. ശ്രീധരൻ, ചോദിക്കാം ഡോക്ടറോട്. സാറേ, പിന്നെ ഈ ഭക്ഷണ രീതി നമുക്ക് ഇത് കഴിയുന്നത് ഒഴിവാക്കേണ്ട രീതി എങ്ങനെയാണ് ഈ അസുഖം വരുന്നതിന്? ശ്രീധരൻ, ടിവിയിൽ ശ്രദ്ധിക്കാതെ ടിവിയുടെ വോളിയം കുറച്ചതിന് ശേഷം സംസാരിക്കുക. ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കേൾക്കാൻ സാധിക്കില്ല. ഹലോ സാറേ, ഈ ഭക്ഷണം ഇത് വരാതിരിക്കാൻ എന്തെല്ലാം ഭക്ഷണം നമുക്ക് ഏറ്റവും നല്ല പ്രാധാന്യം? ഭക്ഷണം വേവിക്കാത്ത ഭക്ഷണം, പച്ചക്കറികളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണം എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഇത് കഴിയുന്നത് ഒഴിവാക്കാൻ വേണ്ടി? നമുക്ക് നമ്മളെ അച്ഛനും ഏട്ടനും സംഭവിച്ചൊരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതെ, നമുക്ക് ഏതൊക്കെ ഭക്ഷണം കഴിച്ചുകൂടാ എന്ന് പറഞ്ഞു, ഏതൊക്കെ ഭക്ഷണം കഴിക്കാം. അപ്പം അദ്ദേഹം പറഞ്ഞു അല്ലേ, അദ്ദേഹത്തിൻ്റെ അച്ഛനും ക്യാൻസർ ആയിരുന്നു എന്ന്. എൻ്റെ അച്ഛനും ക്യാൻസർ ആയിരുന്നു. 12ാമത്തെ വയസ്സിൽ അദ്ദേഹം ലുക്കീമിയയ്ക്ക് അടിമപ്പെട്ടു. ഇവിടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഈ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് ആചരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം? ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പറഞ്ഞ റിഫൈൻഡ് ഫ്ലോർസ് അല്ലെങ്കിൽ പൊടിപ്പിച്ച ആഹാരങ്ങൾ മൊത്തത്തിൽ ഒഴിവാക്കുക. ഇപ്പോൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ചോറായിട്ട് തന്നെ കഴിക്കുക, കഞ്ഞിയായിട്ട് കഴിക്കുക. അത് തന്നെ വെളുത്ത അരി, പോളിഷ്ഡ് റൈസ് ഉപയോഗിക്കാതിരിക്കുക. കേരള മട്ട റൈസ്, നമ്മുടെ ബ്രൗൺ റൈസ് ഉണ്ടല്ലോ റേഷൻ കടയിൽ കിട്ടുന്നത്, അതാണ് ഡയബറ്റീസുകാർക്കും വളരെ നല്ലത്. ഗോതമ്പിനെക്കാട്ടിയും ഗ്ലൈസിമിക് ലോഡ് അഥവാ ബ്ലഡിൽ ഷുഗർ സ്പൈക്ക് ചെയ്യാനുള്ള അളവ് കുറയ്ക്കാൻ ഈ പറയുന്ന മട്ടയരി ആണ് കൂടുതൽ ഭേദം. അതുപോലെ തന്നെ നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ അവിയൽ, തോരൻ, ചമ്മന്തി, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക. ചോറിൻ്റെ അളവ് അല്പമാക്കുക. ഇപ്പം നമ്മുടെ കേരള സദ്യ എടുത്തു കഴിഞ്ഞാൽ കാണാം അല്ലേ, ഒറിജിനലി നമ്മുടെ സദ്യ ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ പച്ചക്കറികളുണ്ട്, അല്പം ചോറുണ്ട്. പക്ഷേ ഇപ്പം നേരെ തിരിഞ്ഞു, ഒരു പറ ചോറായി, കറി നമ്മൾ തൊടുകറിയാക്കി. ഈ ഒരു ഷിഫ്റ്റിലാണ് നമ്മൾ ടോട്ടലി മാറിപ്പോയത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികൾ നിറയെ കഴിക്കുക. അതും വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അടുത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളാണെങ്കിൽ കൂടുതൽ നല്ലത്. പെസ്റ്റിസൈഡ്സ്, വീഡ്സൈഡ്സ് കംപ്ലീറ്റ്ലി ഇല്ലാത്തതായിട്ടുള്ള ഓർഗാനിക് പച്ചക്കറികളാണെങ്കിൽ വളരെ നല്ലത്. അവിയൽ, തോരൻ കൂടുതൽ കഴിക്കുക, ചോറ് അല്പം കഴിക്കുക, നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ അതല്ലെങ്കിൽ എള്ളെണ്ണ ഇവ ഏതെങ്കിലും ചോറിൽ ഒഴിച്ച് കഴിക്കുക. ഇപ്പം അല്പം ചോറെടുക്കുക, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കാരണം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ നമ്മൾ ചോറ് കഴിക്കാൻ നേരത്ത് ചോറ് പെട്ടെന്ന് ഗ്ലൂക്കോസായി കൺവേർട്ടഡ് ആവത്തില്ല, ഫാറ്റ് സ്മിയർഡ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിയലും തോരനും ഒക്കെ അല്പം കഴിച്ചതിന് ശേഷം ഈ പറഞ്ഞ വെളിച്ചെണ്ണ ഒഴിച്ച് ചോറ് അല്പം കഴിക്കുക. അപ്പോഴും നമ്മുടെ ഗ്ലൂക്കോസ് സ്പൈക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറയുന്നു. ചപ്പാത്തി, പൊറോട്ട, പഴംപൊരി, പപ്സ് തുടങ്ങിയവ മൊത്തത്തിൽ ഒഴിവാക്കുക. 3 തരം പച്ചക്കറികൾ എന്തായാലും ഉപയോഗിക്കുക. ഒന്ന് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പച്ച നിറത്തിലുള്ളവ, ഈ പറയുന്ന കറി ലീവ്സ് ആയിക്കോട്ടെ, മറ്റേ ചീര ആയിക്കോട്ടെ. പിന്നുള്ളത് കളേർഡ് വെജിറ്റബിൾസ്, അതായത് നിറമുള്ളവ, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയവ. 3 ഉരുണ്ടിരിക്കുന്നത്, നമ്മളുടെ കോളിഫ്ലവർ, ക്യാബേജ്, ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയവ. ഈ 3 തരം പച്ചക്കറികളും ദിവസേന 2 നേരം അല്ലെങ്കിൽ 3 നേരം ഒരുപാട് കഴിക്കുക. നമ്മളുടെ അരിയും ബാക്കി അരി പൊടിച്ചതുമായ ഭക്ഷണങ്ങൾ വളരെ കുറയ്ക്കുക. ദിവസം ഒരു 2 to 6 ടീസ്പൂൺ ഓഫ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ജിഞ്ചലി ഓയിൽ ഭക്ഷണത്തിന് മുന്നോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെയോ ഇത് കൃത്യമായി ഉപയോഗിക്കുക. പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് വേ ടു കിൽ ക്യാൻസർ അല്ലെങ്കിൽ ടു അവോയ്ഡ് ക്യാൻസർ ഇസ് എക്സസൈസ്. നമ്മൾ കൂടുതൽ സമയം ഇരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടും. നമ്മൾ ദേഹം അനങ്ങുന്നു, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. 2 തരം വർക്കൗട്ടുകൾ ചെയ്യുക. ഒന്ന് എയറോബിക് ആക്ടിവിറ്റി, നടത്ത, ഓട്ടം തുടങ്ങിയവ. 2 എൻഡ്യൂറൻസ് ആക്ടിവിറ്റി, അതായത് പുഷപ്പോ അല്ലെങ്കിൽ മസിൽ ട്രെയിനിങ്ങോ വെയ്റ്റ് ട്രെയിനിങ്ങോ തുടങ്ങിയവ. ഇവ രണ്ടും ചെയ്യുക. അതിനകത്ത് തന്നെ ഒരാഴ്ചയിൽ നിങ്ങൾ 2 തവണയെങ്കിലും ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയും. അതായത് ഇപ്പം നിങ്ങളൊരു പട്ടിയെ കണ്ടാൽ എങ്ങനെ ഓടും, ഒരൊറ്റ ഓട്ടം ആയിരിക്കില്ലേ, സ്പ്രിൻറ്റിങ്. ആ ഒരു സ്പ്രിൻറ്റിങ് ഒരു 1 മിനിറ്റ് സ്പ്രിൻറ്റ് ചെയ്യുക, എന്നിട്ട് മെല്ലെ ഒരു 2 മിനിറ്റ് നടക്കുക, പിന്നെയും 1 മിനിറ്റ് സ്പ്രിൻറ്റ്, പിന്നെ മെല്ലെ 2 മിനിറ്റ് നടത്തും. ഇതിനാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുക. ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയുടെ കായികക്ഷമത പെട്ടെന്ന് കൂടുകയും ഗ്ലൂക്കോസ് മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരെ കുറയ്ക്കുകയും ചെയ്യും. 3-മത്തത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുക. ആകെ കുറച്ച് ഭക്ഷണം മതി മനുഷ്യന് ജീവിക്കാൻ. രാവിലെ തൊട്ടേ 5-6 തവണ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ അല്ല എല്ലാ രോഗവും വരും. തിന്നിട്ടാണ് ചാവുന്നത് മലയാളി, ബേസിക്കലി വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഏത് റിലീജിയൻ എടുത്താലും, ഹിന്ദുയിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി ഏതെടുത്താലും ഫാസ്റ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു പണ്ട്. ഇന്ന് നമുക്ക് അങ്ങനൊരു കൾച്ചറേ ഇല്ല. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പീരിയോഡിക് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ രാത്രി നിങ്ങളൊരു 6-7 മണിക്ക് ഡിന്നർ കഴിക്കുന്നു, രാവിലെ ഒരു 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പം തന്നെ നിങ്ങൾക്കൊരു 16 മണിക്കൂർ ഫാസ്റ്റ് കിട്ടും. ഇത്രയും മാത്രം ചെയ്തു കഴിഞ്ഞാൽ. അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾ ഏതെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ, ഒരു ശനിയോ ഞായറാഴ്ചയോ, ഇപ്പോൾ വെള്ളിയാഴ്ച രാത്രി ഭക്ഷണം കഴിക്കുന്നു, ശനിയാഴ്ച ഒന്നും കഴിക്കുന്നില്ല, ശനിയാഴ്ച രാത്രി വളരെ മിതമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 24 hour ഫാസ്റ്റ് കിട്ടും. 24 മണിക്കൂർ 36 മണിക്കൂർ വരെ ഫാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാൻസർ കോശങ്ങൾ നശിക്കുകയും നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബെറ്റർ ആവുകയും നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഗ്ലൂക്കോസ് മെറ്റബോളിസം വളരെയധികം ഉയരുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ വളരെ അധികം നിർബന്ധമാണ്. പിന്നെ സ്ലീപ്പ്, ദിവസം 7 to 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുക. സ്ട്രെസ് ലെവൽ, ഫിനാൻഷ്യൽ സ്ട്രെസ് ആയിക്കോട്ടെ, സോഷ്യൽ സ്ട്രെസ് ആയിക്കോട്ടെ, ശരീരത്തിൽ കോർട്ടിസോൾ വർദ്ധിപ്പിക്കും. ഈ വർദ്ധിച്ച കോർട്ടിസോൾ ക്യാൻസർ ഗ്രോത്തിനും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് വരുത്തുകയും ചെയ്യും. അതെ ഡോക്ടർ, നമ്മളിപ്പോൾ ക്യാൻസറിൻ്റെ കാരണങ്ങൾ പറഞ്ഞു, അതിനെ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാമെന്നുള്ളത് വ്യക്തമാക്കി. ഇനി അറിയേണ്ടത് നമ്മുടെ ആയുർവേദ ചികിത്സയും അർബുദ രോഗ ചികിത്സയും, ഇവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം നിർണായകമാണ് ആയുർവേദം? ഇന്നത്തെ ആയുർവേദത്തിൽ സുശ്രുതനാണ് അർബുദത്തെക്കുറിച്ച് ആദ്യം വിവരിക്കുന്നത്. അതിനകത്ത് സുശ്രുതൻ ചികിത്സയിൽ പറയുന്നത് ആദ്യം അർബുദം ശസ്ത്രവിദോ വദന്തി എന്നാണ്. അതായത് അർബുദം എവിടെ വന്നാലും ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ സർജറി പറ്റാത്ത അവസ്ഥയിൽ ആണെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിലൂടെ എങ്ങനെ ക്യാൻസറിനെ നിയന്ത്രിക്കാമെന്ന്, ആയുർവേദം ക്യാൻസറിനെ നിയന്ത്രിക്കുന്നത് 2-3 തരത്തിലാണ്. ഒന്ന്, നമ്മളുടെ ക്യാൻസർ കോസിങ് അല്ലെങ്കിൽ ട്യൂമർ കോസിങ് സപ്രസിങ് ഡ്രഗ്സ് അഥവാ മെഡിസിൻസ് കൊണ്ട് ട്യൂമറിനെ സപ്രസ് ചെയ്യുന്നു, കൊല്ലുന്നു. രണ്ടാമത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ രീതികൾ, ഡയറ്റ് തെറാപ്പി, കൃത്യമായ ഭക്ഷണങ്ങൾ ചെയ്ത്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്, നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഒരു കോളർ ഉണ്ട് മലപ്പുറത്ത് നിന്നും, ഗോവിന്ദൻകുട്ടി. ശ്രീ ഗോവിന്ദൻകുട്ടി, ചോദിച്ചോളൂ. സാർ നമസ്കാരം. സാർ നമസ്കാരം. എനിക്ക് ഡൗട്ട് വന്നത്, സാറിപ്പോ നമ്മളിപ്പോ ഭക്ഷണത്തില് പുട്ട് കഴിക്കാൻ പാടില്ല, ചപ്പാത്തി കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് ഭക്ഷണത്തില് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ സാർ എൻ്റെ ഉദ്ദേശം.
അതിൽ നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് സാറേ? അതിൽ ഞാൻ പറഞ്ഞു, ഇപ്പം പുട്ട് കഴിക്കാൻ പാടില്ല എന്നുള്ളതല്ല. ഇപ്പം നമ്മൾ പുട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു 1/4 കുറ്റി പുട്ട് കഴിക്കുക, 1/4 കുറ്റി പുട്ടിന് കൂടെ കടലക്കറി കഴിക്കുക, കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക, ഒരു വെജിറ്റബിൾ സൂപ്പ് കഴിക്കുക, കുറച്ച് നട്ട്സ് കഴിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിക്കാൻ നേരത്ത് നമ്മൾ പുട്ടിൻ്റെ അളവ് അങ്ങ് കുറയ്ക്കും. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇപ്പം നമ്മൾ 4 ദോശ കഴിക്കുന്നുണ്ടെങ്കിൽ 1 ദോശയാക്കുക, അതിൻ്റെ കൂടെ ചമ്മന്തിയും ഫ്രൂട്ട്സ് ആപ്പിളോ പഴമോ എന്തെങ്കിലും കഴിക്കുക, അതിൻ്റെ കൂടെ നട്ട്സ് ബദാമോ കാഷ്യൂ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക, അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞത് കഴിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കളർഫുള്ളായിട്ട് കഴിക്കുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ 4-5 ദോശ മാത്രം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോഴാണ് ഈ പ്രശ്നം. ഒരു ദോശയോ അര ദോശയോ കഴിക്കുക, ബാക്കിയുള്ളത് മിക്സ് ചെയ്ത് കഴിക്കുക. അതെ, വളരെ നന്ദി ശ്രീ ഗോവിന്ദൻകുട്ടി. അപ്പോൾ ആയുർവേദത്തിൽ ഈ പറയുന്ന പോലെ നമ്മൾ രണ്ടാമത്തത് ഈ ഡയറ്റ് റെജിമൻ, ഈ പറഞ്ഞ പോലെ ഭക്ഷണം ഗ്ലൂക്കോസ് ഇല്ലാത്ത ഭക്ഷണങ്ങളാക്കി ബോഡിനെ കീറ്റോസിസിലേക്ക് എത്തും. എന്നിട്ട് നമ്മൾ മെഡിസിൻസ്, അതായത് ഇപ്പം ഓയിൽസ്, മെഡിക്കേറ്റഡ് ഓയിൽസ് അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ഗീ വെച്ച് ബോഡീനെ ഗ്ലൂക്കോസിൽ നിന്നും കീറ്റോ മെറ്റബോളിസത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ ആ രീതിയിൽ ക്യാൻസറിനെ നിയന്ത്രിച്ചു കൊണ്ടുവരും. മൂന്നാമത്തത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയെ മരുന്നുകൾ കൊടുത്ത് വർദ്ധിപ്പിക്കുകയും ഈ ഇമ്മ്യൂൺ സിസ്റ്റം പോയി ക്യാൻസറിനെ ക്ലിയർ ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷവും നമ്മൾ ആയുർവേദത്തിലൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാ ആൾക്കാർക്കും കീമോതെറാപ്പി ചെയ്യാൻ പറ്റത്തില്ല, കാരണം പ്രായം കൊണ്ടോ മറ്റ് ഡിസീസസ് കൊണ്ടോ അതല്ലാത്ത കീമോതെറാപ്പി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്നത് 1 ബില്യൺ ആൾക്കാരുള്ളത്, അതിനകത്തൊരു 500 മില്യൺ ആൾക്കാരും അല്ലെങ്കിൽ 600 മില്യൺ ആൾക്കാർക്കും കീമോതെറാപ്പി ചെയ്യാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ അതിനോട് പാർശ്വഫലങ്ങൾ ഒരുപാടുള്ളവരും ആയിരിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു പോപ്പുലേഷനെ നമ്മൾ ഇപ്പം ചികിത്സിച്ച് മാറ്റുന്നതും ചികിത്സിച്ച് രക്ഷപ്പെടുത്തുന്നതും ആയുർവേദത്തിലൂടെയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ന്യൂഡൽഹിയിലെ ഓൺകോളജി റിസോഴ്സ് പേഴ്സൺ, അവിടെ റിസർച്ച് ഇതിൻ്റെ ഭാഗത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റായിട്ടും വളരെയധികം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേഷ്യൻസ് രക്ഷപ്പെടുകയും ഒരുപാട് പേരുടെ അസുഖങ്ങൾ മാറുകയും ഒരുപാട് പേർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാനും സഹായകരമായ ആയുർവേദം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനിയുള്ള 10 കൊല്ലം ആയുർവേദത്തിൻ്റെതായിരിക്കും ഈ മേഖലയിൽ എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. അതെ, വളരെ നന്ദി ഡോക്ടർ രാജഗോപാൽ, ഇത്രയും സമയം നമ്മോടൊപ്പം ചിലവഴിച്ചതിന്.